ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട പെരട്ടാണ്. ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലി, മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. 1 ടീസ്പൂണ് മുഴുവനായിട്ടുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വല്ലാതെ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളി അല്ലിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം സൈസുള്ള 2 തക്കാളി ചെറുതായി അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ 1 മതിയാവും കേട്ടോ. നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പസമയം ഒന്ന് മൂടി വെക്കാം. ഒരു 2 മിനിറ്റ് മാത്രമാണ് മൂടി വെച്ചിരിക്കുന്നത്. ഇത് എന്നിട്ട് മൂടി തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് എല്ലാതും ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത്രയും മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ. ചൂടോടുകൂടി ഒരിക്കലും ഇട്ട് കൊടുക്കരുതേ, മിക്സി കേടായി പോകും. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിൽ തീരെ വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു പാന് അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മുടെ മുട്ടക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റ് അങ്ങനെ തന്നെ നിൽക്കട്ടെ കേട്ടോ. ഞാനിവിടെ നടുഭാഗം ഇതേമാതിരി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചതിന് ശേഷം അല്പസമയം കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേമാതിരി മുറിച്ചെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, മുഴുവനോടെയുള്ള പെരുംജീരകമാണ് ചേർത്തിരിക്കുന്നത്. പെരുംജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന അരവുണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിക്സി ജാറിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പോളം നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അത് ഓരോ പീസസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇതേമാതിരിയുള്ള കട്ടിയായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടാണ് ഈ മുട്ടപ്പെരട്ട് കിട്ടുക കേട്ടോ. ഇത് ചോറിനും ചപ്പാത്തിക്കും വെള്ളപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.